രാജ്യത്തെ യുവാക്കളുടെ സാമൂഹിക മാധ്യമ മുന്നേറ്റമായും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ടുകൾ പൂട്ടിക്കാൻ വിവിധ ശ്രമങ്ങളാണ് നടക്കുന്നത്. തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർക്ക് നേരെ സുപ്രീം കോടതി ജസ്റ്റിസ് നടത്തിയ അതിരുകടന്ന പരാമർശം രാജ്യത്തെ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന സംഘടിത മുന്നേറ്റമാകുന്നുവെന്ന പ്രചാരണം ശക്തമായതോടെ പല പേരുകളിൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പേജുകൾ പ്രത്യക്ഷപ്പെട്ടു. സുരക്ഷാ ഭീഷണി മുൻനിർത്തിയ ട്വിറ്റർ അക്കൗണ്ട് പൂട്ടിച്ചതിനു പിന്നാലെ ഇൻസ്റ്റഗ്രാമിനും തടയിടുകയാണ്. മൂവ്മെന്റിന്റെ സ്ഥാപകൻ അഭിജിത്തിന്റെ സ്വകാര്യ അക്കൗണ്ടും നിയന്ത്രണം നേരിടുന്നുണ്ട്. അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള യുവാക്കളുടെ പുതുശ്രമങ്ങളെ പൂട്ടിക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവം ശ്രമിക്കുകയാണോ? പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. കോഴിക്കോട് നിന്നും ആകാശ് തലത്തിൽ തേടിയ പ്രതികരണങ്ങളിലേക്ക്. ലോകമെമ്പാടും CJP പാർട്ടി വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ ശരിയാണോ? പൊതുജനങ്ങളോട് ചോദിക്കാം. ശരിയായിട്ടുള്ള നീക്കമാണോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്ക് കോക്രോച്ച് പാർട്ടീനെ പറ്റി കൂടുതലായിട്ടും അറിയില്ല. അന്ന് സംഭവം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിനെതിരെ എങ്ങനെയൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ പ്രതികരിക്കും. എന്താ പറയുക, BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തിനെതിരെ അത്തരത്തിലുള്ളൊരു നിലപാടിനെതിരെ ഒരു യൂത്തിന് ആകർഷിപ്പിക്കാൻ പറ്റിയൊരു ഒരു മാറ്റമാണ് ഈ കോക്രോച്ച് പാർട്ടി വന്നിട്ടുള്ളത്. ശബ്ദിക്കുന്ന ആൾക്കാരെ നിശബ്ദമാക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം. അപ്പോൾ അതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് യൂത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനെതിരെ എപ്പോഴും നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കും. പിന്നെ ഒത്തിരി പേരെന്താണ് ജോലി കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ സപ്പോർട്ടാണ്. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇങ്ങനത്തെ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. സപ്പോർട്ട് തന്നെയാണ്. സാധാരണ രീതിയിൽ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യ എന്നല്ല, അങ്ങനെ ഏതൊരു രാജ്യത്തും പൊതുജനാഭിപ്രായം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുന്ന, അത് വിമർശനപരമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. അതിനെ കുറച്ചുകൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ പ്രതികരിക്കുകയാണ് ഭരണകൂടങ്ങൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത്. ചെറുപ്പക്കാർ പലതരം ക്രിറ്റിസിസം ഉയർത്തേണ്ട ഒരു വിഭാഗമാണ്. അവരാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തെ നിർണ്ണയിക്കേണ്ട പുതുതലമുറ. അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളെ ഒറ്റ സ്വരൂപത്തിലാക്കി തീർക്കണം എന്നുള്ള ദുർവാശി ശരിയല്ല എന്നാണ് പറയാനുള്ളത്. എനിക്ക് ഈ കോക്രോച്ച് പരിപാടിയോട് എനിക്ക് എതിരഭിപ്രായമാണ്. എനിക്കൊന്നുമില്ല. അവരിങ്ങനെ ന്യൂജൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറം രാജ്യത്തൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കുറേ ജെൻസി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്നുള്ള ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വളരെ എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ചാൽ ജനാധിപത്യത്തിൽ പ്രതികരിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രത്തിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടല്ല ചെയ്യേണ്ടത്, നല്ല രീതിയിലാക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു ഭരണകൂടത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പാടെ ഇളക്കി വിട്ടിട്ടൊരു നമ്മളിതിൻ്റെ മുന്നേ ഓരോ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ഏജൻസി നേപ്പാളിലും ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നല്ല രീതിയിലല്ല അവിടെ നിന്നും നടന്നത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഈ CJP എന്ന് പറയുന്ന പരിപാടിയോട് എതിരാണ്. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് രാഷ്ട്രമാണ്. എല്ലാ പാർട്ടിക്കും അതിൻ്റെതായ ജാതിപരമായിട്ടും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പ്രവർത്തിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പൂട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനാധിപത്യ രീതിയിലാണെങ്കിൽ അത് നല്ലതാണെന്ന്, ഏത് പാർട്ടിക്കും നല്ലതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അത് ഇങ്ങനെ ഇതൊരു സീരിയസ് ആയിട്ട് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലൊരു പാർട്ടി. പക്ഷേ ഇതൊരു ട്രെൻഡിങ് ടൈപ്പായിട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മീൻസ് ഒരു ഇതിങ്ങനെ തന്നെ അവസാനിക്കും. ഇത് കാര്യത്തിലെടുത്ത് ഇത്രയും എല്ലാവരും കൂടി പ്രവർത്തിച്ച് ഒരു അജണ്ടകളൊക്കെ വെച്ച് ഇറങ്ങുകയാണെങ്കിൽ നന്നാവും. പിന്നെ ഈ കോക്രോച്ച് പറഞ്ഞൊരു നെയിം ഒരു പാർട്ടിക്ക് ചേർന്നാണെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മറ്റൊരു പ്രമുഖ പാർട്ടീൻ്റെ കൂടെ ഒരു സാമ്യത ഉള്ള പേരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേര് ചേഞ്ചാക്കി എല്ലാ യൂത്തിൻ്റെ ഒരു പ്രസൻസ് ഒക്കെ കൊടുത്ത് സീരിയസ് ആക്കി കൊടുത്താൽ നമുക്ക് പല മാറ്റങ്ങളും അതിൽ കാണാൻ പറ്റുമൊക്കെ വരും. ജനാധിപത്യത്തിൽ ഏതൊരു പൗരൻ്റെയും അവകാശമാണ് പ്രതികരിക്കുക എന്നത്. അതിനെതിരെ ഏത് ഗവൺമെൻറ് പ്രവർത്തിച്ചാലും അത് പ്രതിഷേധാർഹമാണെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.